കീഴ്ശ്ശേരി തവനൂർ സ്വദേശി സി നീതുവാണ് ഐഫോൺ കമ്പനിയുടെ സേവനത്തിലെ വീഴ്ചയ്ക്കെതിരെ നിയമപോരാട്ടം നടത്തിയത്. 2023 നവംബറിൽ 69,900 രൂപയ്ക്കാണ് നീതു മഞ്ചേരിയിലെ ഷോറൂമിൽ നിന്ന് ഫോൺ വാങ്ങിയത്. എന്നാൽ 2024 ജൂണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതോടെ ഫോണിന്റെ ഡിസ്പ്ലേ പച്ചനിറത്തിലായി മാറി. അംഗീകൃത സർവീസ് സെന്ററിൽ ഫോൺ എത്തിച്ചെങ്കിലും ഫോൺ വീണുണ്ടായ തകരാറാണെന്നും അതിനാൽ വാറന്റി നൽകാനാവില്ലെന്നുമായിരുന്നു കമ്പനിയുടെ നിലപാട്. അറ്റകുറ്റപ്പണി നടത്താനോ പുതിയ ഫോൺ നൽകാനോ കമ്പനി തയ്യാറാകാത്തതിനെ തുടർന്നാണ് നീതു ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. വാറന്റി കാലാവധിക്കുള്ളിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയാൽ ഫോൺ മാറ്റി നൽകണമെന്ന വ്യവസ്ഥ കമ്പനി ലംഘിച്ചതായി കമ്മീഷൻ കണ്ടെത്തി. ഇതോടെ ഫോണിന്റെ വിലയായ 69,900 രൂപയും 50,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവായും നൽകാൻ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു. 45 ദിവസത്തിനകം തുക നൽകിയില്ലെങ്കിൽ 9% പലിശ കൂടി നൽകേണ്ടി വരും. കെ മോഹൻദാസ് പ്രസിഡന്റായ കമ്മീഷനാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ഫോൺ കമ്പനികൾ വാറന്റി നിഷേധിക്കാൻ പറയുന്ന സ്ഥിരം ഒഴികഴിവുകൾക്കുള്ള തിരിച്ചടിയാണ് ഈ വിധി. ഈ ചാനൽ ന്യൂസ് മഞ്ചേരി. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ, ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.